കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. പല സമയത്തും നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ധന്വന്തരമൂർത്തിനെ വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഇത് വേറൊരു കാര്യമാണ്. അതായത് ഇതൊരു ഗ്രന്ഥം, അത് വായിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറിപ്പോകുന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ധന്വന്തരിമൂർത്തിയെ വിളിക്കുക എന്നുള്ളത് വളരെ ഇഫക്റ്റീവായി തോന്നിയിട്ടുണ്ട് അസുഖങ്ങൾ മാറാൻ. പിന്നെ ധന്വന്തരി ഉപാസിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഗുരുവായൂരപ്പനെ തന്നെ ഉപാസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. മേൽപ്പത്തൂർ ഗുരുവായൂർ വെച്ച് നാരായണി എഴുതിയത് അറിയാം. അപ്പോൾ ആ നാരായണീയം എഴുതി കഴിഞ്ഞു. അദ്ദേഹം അവിടെ ഭജന ഇരുന്നു. ഇതെല്ലാം കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാതരോഗം പൂർണ്ണമായി ഭേദമായെന്ന്. ഭജന ഇരുന്നത് തന്നെ വാതരോഗം ഭേദമാവാനാണ്. അപ്പോൾ അതിന് ശേഷം തൻ്റെ വാതരോഗം ഭേദമായിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. അപ്പോൾ ഈ നാരായണീയം എന്ന ഗ്രന്ഥം വായിച്ചിട്ട് എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരാൾ യൂറിക് ആസിഡുള്ള ആളായിരുന്നു. അപ്പോൾ ഈ യൂറിക് ആസിഡിൻ്റെ ഭയങ്കര വേദനയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വെജിറ്റേറിയനായി, ഒരു നോണൊന്നും കഴിക്കാണ്ട് വെജിറ്റേറിയൻ മാത്രം കഴിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. യൂറിക് ആസിഡ് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യായിരുന്നു. പിന്നെ അദ്ദേഹം തീരുമാനിച്ചു, നാരായണീയം എന്നത് വാതരോഗം മാറാൻ നല്ലതാണല്ലോ. അപ്പോൾ യൂറിക് ആസിഡ് വാതത്തിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട അസുഖമാണ്. അപ്പോൾ അദ്ദേഹം ഈ നാരായണീയം എന്ന ആ ഗ്രന്ഥം വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തുടർച്ചയായി നാരായണീയത്തിൻ്റെ എല്ലാ അധ്യായവും ചൊല്ലുന്നത് വരെ ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ചോ അല്ലെങ്കിൽ ചില ദിവസം കൂടുതൽ അധ്യായം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം വായിച്ചു. അത് മുഴുമിപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന് ആ യൂറിക് ആസിഡിൻ്റെ അസുഖം പൂർണ്ണമായി വിട്ടുപോയി. ഇപ്പോൾ ശരിക്കും അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അങ്ങനെ ഒന്നും പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു അസുഖമൊന്നുമല്ല. അതെന്നാലും ഇടയ്ക്ക് ശല്യം ചെയ്യുമെന്ന് പറയാം. പക്ഷേ ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന് പിന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂറിക് ആസിഡ് അദ്ദേഹം മരുന്ന് കൊണ്ട് വരെ മാറിയിരുന്നില്ല, വെജിറ്റേറിയനായിട്ട് വരെ മാറിയിരുന്നില്ല. കാരണം നോണൊക്കെ അധികം കഴിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് വരിക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും കഴിക്കാണ്ടും അതുപോലെ തന്നെ മരുന്ന് കഴിച്ചിട്ട് മാറാത്തത് അദ്ദേഹം ഭക്തിയോടുകൂടി, ഗുരുവായൂരപ്പ ഭക്തിയോടുകൂടി നാരായണീയം എന്ന ആ ഗ്രന്ഥം വായിച്ചതോടുകൂടി അദ്ദേഹത്തിന് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഗ്രന്ഥത്തിൻ്റെ ശക്തി, അവിടെ ഭഗവാന്റെ സാന്നിധ്യമാണ് അറിയിക്കുന്നത്. ഗുരുവായൂർ വെച്ച് ആ മേൽപ്പത്തൂർ നാരായണീയം എഴുതുമ്പോൾ അന്നത്തോടുകൂടി തന്നെയാണ് ജ്ഞാനപാനീയം പൂർത്തിയായത്, പൂന്താനത്തിൻ്റെ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയതിൻ്റെ ഒരു മഹാത്മ്യം ഇപ്പോഴും ഭക്തരുടെ മനസ്സിൽ എന്നും പ്രിയപ്പെട്ട 2 ബുക്കുകളാണ്, ഗ്രന്ഥങ്ങളാണ്. അത് ആ ബുക്കുകൾ അവരിൽ എത്രയോ ഭക്തിയോടു കൂടിയാണ് അവർ എഴുതിയത്. അത് ഭക്തജനങ്ങൾക്കും കൂടി അത് കൈമാറ്റം ചെയ്യുന്നതിൽ അവർ വളരെ വിജയിച്ചിട്ടുണ്ട്. അതായത് ഭഗവാൻ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ എഴുതുന്നതിനിടയിൽ ഭഗവാന്റെ ശരീരം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകൾ നടക്കുകയും ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുക വരെ ഭട്ടതിരിക്കൊക്കെ എങ്ങനെ വൈകുണ്ഠലോകം എങ്ങനെ ഇരിക്കുന്ന വരെ കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും മഹത്തായ ഗ്രന്ഥം, ഭഗവാന്റെ സാന്നിധ്യത്തിൽ എഴുതിയ ആ ഗ്രന്ഥം. അപ്പോൾ അത് വായിക്കുമ്പോൾ തീർച്ചയായും ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ട് ഉള്ള എല്ലാ ഇതുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ എന്ത് അസുഖമായിട്ടായാലും, കാരണം വാതരോഗം എന്ന് പറഞ്ഞ് റിസപ്ഷനൊന്നും ഭഗവാനില്ല. എല്ലാ അസുഖത്തിനും ഭഗവാനെ വിളിക്കാൻ എനിക്ക് ഈ നാരായണീയം പ്രയോജനപ്പെടാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ, എല്ലാം ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ എന്ത് അസുഖത്തിനും നമ്മൾക്ക് ഈ നാരായണീയം എന്ന ഗ്രന്ഥം നമ്മൾ വിശ്വാസത്തോടുകൂടി ഗുരുവായൂരപ്പനെ വിചാരിച്ച് അത് ചൊല്ലാം. വാതരോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചൊല്ലാം ചെയ്യാം, ഉറപ്പിക്കാൻ നമുക്കത് മാറുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക.
അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.